കേരള ഒരു നമ്മളുടെ സർഗം പോലെ അടിപൊളി കേരള. ആ ഒരു മാരേജ് എങ്ങനെയായിരുന്നു? മാരേജ് പറഞ്ഞാല് എന്റെ ഭാര്യ കിട്ടി നമുക്ക് എന്റെ ഭാഗ്യം. കാരണം കളർ നോക്കിയിട്ട് കാര്യമില്ല, ജീവിതം നോക്കണം. ജീവിതത്തിന്റെ എത്ര ആവശ്യം ഇപ്പൊ മനസ്സിലായി. ഇതാ ഈ ബേബി വന്നിട്ട് എല്ലാ ആൾക്കാരും ബേബി ഉണ്ടെങ്കിൽ ബേബിന്റെ അടുത്ത് നിൽക്കണം. നിങ്ങളുടെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാവും, നമുക്കറിയില്ല. പക്ഷെ ഈ ബേബി ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾക്ക് നിൽക്കണം. ഈ ലൈഫ് എപ്പോൾ കിട്ടൂല. മുബാറക് ഭായി ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. അതെ, നിങ്ങളുടെ സപ്പോർട്ടില്, നമ്മളുടെ സ്വരൂപത്തിന്റെ സപ്പോർട്ടില് സിനിമ 2 സിനിമ ചെയ്ത് ധൂമേക്കെത്തു. നൈമാർ സിനിമ കണ്ടില്ലേ? നൈമാർ സിനിമയുടെ ഡയറക്ടർ, അടിപൊളി സിനിമ. എല്ലാ റോളും ഞാൻ വിചാരിച്ചില്ല എത്ര നല്ല റോൾ കിട്ടും. അമ്പാൻ സാർ അടിപൊളി നായകൻ, അടിപൊളി നല്ല ആൾക്കാർ. മലയാളത്തിലൊരു വലിയ നായകനായിട്ട് നമുക്ക് മുബാറക് ഭായിനെ കാണാൻ പറ്റുമോ? അല്ല, കുമ്പളങ്ങ ഇടും, കുമ്പളങ്ങാട്ടും ആണോ? കുമ്പളങ്ങാട്ടും പിന്നെ ബീൻസ് സവട പിന്നെ മുളക് പിന്നെ ജീര എല്ലാം വെച്ചിട്ട് കലക്കിട്ട്. ഹായ് ഓൾ, വെൽക്കം ടു ബി ഫോർ പ്ലീസ് മലയാളം. ദിസ് ഇസ് സന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മലയാളികളുടെ സ്വന്തമായി മാറിയ ബംഗാളിൽ നിന്ന് വന്ന നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസർ മുബാറക് ഭായ് ആൻഡ് ഫാമിലിയാണ്. മുബാറക് ഭായ്, നോമ്പൊക്കെ തുറന്ന് സെറ്റായിട്ടിരിക്കുവാണോ? ഓ, അടിപൊളിയായിട്ട്. കേരളത്തിൽ ഇതിനു മുന്നേ നോമ്പെടുത്ത് ആഘോഷിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം ഇല്ല, കുറേ എടുത്തേനെ. നന്നായിട്ട് ഓർമ്മ ഉണ്ട്. ഒരു പ്രാവശ്യം നന്നായിട്ട് എടുത്തേനെ ആഘോഷി. അപ്പൊ വാവ ഉണ്ടായി കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇന്റർവ്യൂ അല്ലേ ഇത്? അതെ, രാജാവ് വന്നിട്ട് ആദ്യമായിട്ട് ഫാമിലി ആയിട്ടുള്ള ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. അപ്പൊ ആക്ച്വലി ഇവര് എന്നാ നാട്ടിലേക്ക് വന്നത് വാവയൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ട്? ഇതാ നാട്ടിൽ പോയി. അവിടെ പോയിട്ട് പ്രസവം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇവിടെ വന്നിട്ട് 6 മാസമായി നമ്മുടെ ഫാമിലി കൂട്ടിട്ട് വന്നിട്ട്. അപ്പൊ ആദ്യത്തെ ബേബി ഉണ്ടായത് അവിടെ വെച്ചല്ലേ? അവിടെ തന്നെ. അപ്പം അവിടെ വെച്ചുണ്ടായി. പിന്നെ ഇവിടെ വന്നപ്പം ആ ഒരു പ്രൈമറി കാര്യങ്ങളൊക്കെ എങ്ങനെയാ അഡ്ജസ്റ്റ് ചെയ്തത്? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിന്. ഇപ്പൊ റെഡിയായി, ഇപ്പൊ അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്, ഒരു പ്രോബ്ലം ഇല്ലേ. ഇപ്പൊ ജോയരിയ ഈ കുട്ടിയൊക്കെ ഇവിടെ റെഡിയായി, ഒരു പ്രോബ്ലം ഇല്ല. ഇവിടെ സെറ്റിൽ ആവാനാണോ ആഗ്രഹം? ഓ, വലിയ ആഗ്രഹം. അതെന്താ കേരളത്തിൽ സെറ്റിൽ ആവാൻ ഇത്ര ആഗ്രഹം? കേരള ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞു, കേരള ഒരു നമ്മളുടെ സർഗം പോലെ അടിപൊളി കേരള. അതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടം. ഇതിന്റെ മുമ്പ് കുറേ മുമ്പേ ഞാൻ വിചാരിച്ചിന് ഞാൻ ഈ ഫാമിലി കൂട്ടിയിട്ട് കേരളത്തെ നിൽക്കും. ഇപ്പൊ 5 വർഷമായി ഇവിടെ വന്നിട്ട്. ഇതിന്റെ മുമ്പ് 10 വർഷം മുമ്പ് ആഗ്രഹം എൻ്റെ ഉണ്ടായിന്. ഇപ്പൊ ഫാമിലി ആയിട്ട് കേരളത്തെ നല്ല സന്തോഷം. ഇപ്പൊ വൈഫും മുബാറക് ഭായും തമ്മിലുള്ള ആ ഒരു മാരേജ് എങ്ങനെയായിരുന്നു? മാരേജ് പറഞ്ഞാല് എന്റെ ഇപ്പച്ചി, എന്റെ ഭാര്യന്റെ ഇപ്പച്ചി. ഇപ്പച്ചി എന്ന് പറഞ്ഞാല് അബ്ബ, ഉപ്പച്ചി. ചെറിയ ചെറിയ തെറ്റിപ്പോണ്ട്, എന്നോട് സമീപിക്കുക. എന്റെ ഫാദർ, നദ്മുന്റെ ഫാദർ, എന്റെ ഫാദർ നല്ല ഫാൻസ് ഉണ്ടായിന്, നല്ല ഷോറൂം. ഇപ്പം ഈ റംജാൻ സംസാരിച്ചിട്ട് നമ്മൾ ചെറുതുണ്ടായിന്. ആ ടൈമില് എന്റെ ഇപ്പ നദ്മുന്റെ ഇപ്പ ഒക്കെ പ്രാർത്ഥന റെഡിയാക്കി. ഏത് പ്രായത്തിലായിരുന്നു അത് പറഞ്ഞുറപ്പിച്ചേ? അതറിയില്ല, നമുക്കറിയില്ല. കല്യാണം കഴിച്ചിട്ട് ശേഷം പിന്നെ മനസ്സിലായി അത് അങ്ങനെ പറഞ്ഞുറപ്പിച്ചതാന്ന്. അപ്പൊ മുബാറക് ഭായിക്ക് ടെൻഷൻ ആകുന്നുണ്ടോ? മുബാറക് ഭായിക്ക് വൈഫിൽ ഇഷ്ടപ്പെട്ട കുറച്ച് ക്വാളിറ്റീസ് എന്തൊക്കെയാ? നല്ലതാ. നല്ലതാ.
എന്താ നല്ലത്? ഭാര്യ കിട്ടി നമുക്ക് എന്റെ ഭാഗ്യം. കാരണം കളർ നോക്കിയിട്ട് കാര്യമില്ല, ഹൃദയം നോക്കണം. हृदय नोकना। Yes. ओके। वाइफ बेबी होने के बाद आपका जीवन में कुछ चेंजेस हो गया ना? कौन कौन सा चेंजेस हो गया? बोलो क्या चेंज हो गया? बेबी आके हमारा लाइफ बहुत हैप्पी हो गया. हमारा जीवन बहुत ഈ ജീവൻ ഈ ലോകത്തെ എത്ര നമ്മളുടെ ജീവിതത്തിന്റെ എത്ര ആവശ്യം ഇപ്പൊ മനസ്സിലായി. ഇതാ ഈ ബേബി വന്നിട്ട്. പിന്നെ എന്താ അറിയോ, നമ്മളുടെ ഇങ്ങനെ ഉണ്ടാക്കി ഇത്ര ബുദ്ധിമുട്ടാക്കിയിട്ട് ഈ ബേബി നമ്മളുടെ വളർത്തിട്ട് നമുക്ക് മനസ്സിലുണ്ട് നമ്മളുടെ ഇമ്മ നമ്മളുടെ എത്ര കഷ്ടപ്പാടാക്കിയിട്ട് നമ്മളുടെ ഉണ്ടാക്കി. അതുകൊണ്ട് ഈ ബേബി വന്നിട്ട് എൻ്റെ ഇപ്പൻ്റെ കൂടെ ഇമ്മക്ക് കൂട്ടിയിട്ട് മൊത്തം ഭയങ്കര ഒരു സ്നേഹമായി നമ്മളുടെ. ഈ ബേബി ഇല്ല ആ ടൈമിൽ മനസ്സിലായില്ലേ, ഡൽഹി ബേബിന്റെ ഈ ജ്വാരിയ ആ ടൈമിൽ ഞാൻ ഈ ബേബിന്റെ അടുത്ത് ഇല്ലായിരുന്നു. കാരണം കേരളത്തെ പണിയെടുത്തി ഇതിന്റെ മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു 4 പെങ്ങളുണ്ടേനി ഒക്കെ ഞാൻ പുറത്ത് പണിയെടുത്തിട്ട് കല്യാണം കഴിച്ച് കൊടുത്തി. അതുകൊണ്ട് അടുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാ ആൾക്കാരും ബേബി ഉണ്ടെങ്കിൽ ബേബിന്റെ അടുത്ത് നിൽക്കണം. അല്ലെങ്കിൽ ഈ ലൈഫിൽ നമ്മളുടെ ഈ ചെറിയ ചെറിയ മൂമെന്റില്ലേ ഹാപ്പി ലൈഫ് നിങ്ങളുടെ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാവും, നമുക്കറിയില്ല. പക്ഷെ ഈ ബേബി ഉണ്ടെങ്കിൽ ആ ടൈമിൽ നമ്മൾക്ക് നിൽക്കണം. ഈ ലൈഫ് എപ്പോൾ കിട്ടൂല. എത്ര നമ്മളുടെ സന്തോഷം, ഭയങ്കര സന്തോഷം ബേബി വന്നിട്ട്. നമ്മൾ ഡെയിലി പണിയിൽ പോകുമ്പോൾ ഞാൻ 6 മണിക്ക് നീച്ചു. 6 മണിക്ക് നീച്ചിട്ട് ബേബിന്റെ കൂടെ കളിച്ചിട്ട് 8 മണി കഴിയും. ഡെയിലി പണി സൈഡ് പോയിട്ട് നേരെ പോകും. പിന്നെ ഇതിന്റെ മുമ്പേ നമ്മളുടെ ഒരു സുഹൃത്ത് ആൾക്കാരുണ്ട്. ആൾക്കാർ ഡെയിലി അങ്ങനെ ലേറ്റായിട്ട് വരുന്നേ. പിന്നെ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഡെയിലി ലേറ്റായിട്ട് വരുന്നുണ്ട്? എൻ്റെ കുട്ടി ഉണ്ടോ, അതുകൊണ്ടാ. എൻ്റെ കുട്ടി ഉണ്ടെങ്കിൽ എന്ത് പ്രശ്നം? പിന്നെ ഇപ്പൊ മനസ്സിലായി നമ്മളുടെ ബേബി ഉണ്ടെങ്കിൽ നമുക്ക് ബേബി ഉണ്ടായപ്പോ നമുക്ക് മനസ്സിലാവും. അതെ മനസ്സിലാവും എത്ര സന്തോഷം, എത്ര ടൈം. 1 മണിക്കൂർ നമ്മളുടെ കൂടെ 1 മിനിറ്റ് പോലെ പോകും ബേബി ഉണ്ടെങ്കിൽ. ഭയങ്കര. ഇപ്പൊ 8 മാസമായി. എങ്ങനെ 8 മാസം 8 മാസം പോയതേ അറിഞ്ഞില്ല. എത്ര നാളായിട്ട് മനസ്സിലായില്ല. 2-3 മാസം 4 മാസം അങ്ങനെ തോന്നുന്നുണ്ടോ. പക്ഷെ ബേബി ഇല്ല ആ ടൈമില് കുറേ മാസം കൂടുമില്ല, സോറി എങ്ങനെ പറയാ, ദിവസം പോവില്ല. ഇപ്പൊ മുബാറക് ഭായി ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിക്കാൻ പോകുന്നുണ്ടെന്ന് കേട്ടു. അതെ നിങ്ങളുടെ സപ്പോർട്ടില്, നമ്മളുടെ സുഹൃത്തുക്കളുടെ സപ്പോർട്ടില് സിനിമ 2 സിനിമ ചെയ്ത്. ഏതൊക്കെയാ? ഒരു സിനിമ ഉണ്ട്, ഒരു സിനിമ ഷോർട്ട് സിനിമ. അതേ സ്നേഹത്തിന്റെ ബെർണോ മെസ്സ അങ്ങനത്തെ പോലെ. സോട്ടിക്ക് മൊത്തം അറിയില്ല, അങ്ങനത്തെ പോലെ. അതേ സ്നേഹത്തിന്റെ ബെർണോ മെസ്സ അങ്ങനത്തെ പോലെ. മെസ്സ അതേ സ്നേഹത്തിന്റെ ബെർണോ മെസ്സ സിനിമന്റെ പേര്. ആ സിനിമയില് അഭിനയം ചെയ്ത്. പിന്നെ ഒരു അടിപൊളി വലിയ സിനിമ ഇതാ ധൂമേക്കേതു. നൈമാർ സിനിമ കണ്ടില്ലേ? നൈമാർ സിനിമയുടെ ഡയറക്ടർ. അടിപൊളി സിനിമ. ഇതിന്റെ മുമ്പേ ഓഫർ വന്ന് അഭിനയം ചെയ്യണം. പക്ഷെ ഞാൻ അത് വിചാരിച്ച എന്താ അറിയോ, വെറുതെ ഒന്നുമില്ല അങ്ങനെ വിചാരിച്ചു. പിന്നെ അവിടെ ഓഡിഷനിൽ പോയി പിന്നെ മനസ്സിലായി എത്ര വലിയ സിനിമ. പിന്നെ അഭിനയിച്ച് കഴിഞ്ഞു. ഇപ്പൊ 2-3 മാസം കഴിഞ്ഞിട്ട് റിലീസിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? അതെ അപ്പൊ എപ്പോഴെങ്കിലും ഇമാജിൻ ചെയ്തിട്ടുണ്ടോ വൈഫിനെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് സ്വന്തമായിട്ട് അഭിനയിച്ച ഒരു മൂവി തിയേറ്ററിൽ പോയി കാണുന്നത്? അങ്ങനെ ഞാൻ വിചാരിച്ചില്ലേ. ഇതിന്റെ മുമ്പേ സത്യം പറഞ്ഞാല് ഫസ്റ്റ് ടൈം വൈറലായി ആ ടൈമില് നമ്മളുടെ കേരള സുഹൃത്ത് ആൾക്കാർ കുറെ പേരല്ല 2-3 പേർ നമുക്ക് പറഞ്ഞ് മുമ്പൊക്കെ സിനിമയിലെ കാണാൻ ആഗ്രഹമുണ്ട്. ആ ടൈമിൽ എൻ്റെ ഭാര്യ ഭയങ്കര ചിരിച്ച്. ഞാൻ പറഞ്ഞ ചിരിക്കണ്ട, കാരണം നമ്മളുടെ ഈ ദേവാവ് എപ്പോ ആരൊക്കെ
മുകളിലെ ആക്കും ആരും മനസ്സിലാവില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് അത് ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് വന്നു. പിന്നെ ഞാൻ പോയി ഷോർട്ട് സിനിമ ഫസ്റ്റ്, പിന്നെ സെക്കൻഡ് ഇതാ അടിപൊളി സിനിമ, അടിപൊളി നല്ല റോളുണ്ട്. ഞാൻ വിചാരിച്ചില്ല എത്ര നല്ല റോൾ കിട്ടും, അടിപൊളി റോൾ. നിങ്ങൾ സിനിമ ആരെങ്കിലും നിങ്ങൾ മനസ്സിലാവും. അടിപൊളി റോൾ. ഇപ്പോ സിനിമന്റെ ഡയലോഗ് ഒന്നും പറയാൻ കഴിയില്ല, അടിപൊളി റോൾ. ഒരു നായകന്റെ കൂടെ നായകൻ ഹീറോന്റെ കൂടെ സംസാരിക്കാം ഡയലോഗ്. ഹീറോന്റെ കൂടെ സംസാരിച്ചു. ഹീറോന്റെ കൂടെ ഡയലോഗ് ഉണ്ട്. ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്. സിനിമയെ പറ്റി എനിക്ക് തോന്നുന്നു ഷൂട്ടൊന്നും ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു മുബാറക്. ഭയങ്കര സന്തോഷമായിട്ട് അവിടെ പോയി ഷൂട്ടിങ്ങില് പോയിട്ട് ഫസ്റ്റ് ഷൂട്ടിങ്ങില് ഭയങ്കര ഒരു മുബാറക് കോൺഫ്യൂസ് ആയി. എന്ത് പറയണം, സിമ്പിൾ ഒരു ഡയലോഗ് പറയാൻ കഴിഞ്ഞില്ല. ഫസ്റ്റ് ടൈമില് ആദ്യമായിട്ട് സിനിമ, വലിയ സിനിമ അതില്. പിന്നെ ഇപ്പോ ഒരു റോൾ, ഒരു എന്താ പറയാ ഡയലോഗ്, ഒരു ഡയലോഗ് 10 പ്രാവശ്യം എടുത്ത് ഫസ്റ്റ്. പിന്നെ കുറച്ച് റെഡിയായി, പിന്നെ മൊത്തം സിമ്പിൾ ആയിട്ട് എടുത്ത്. ആരുടെയൊക്കെ ഒപ്പം അഭിനയിച്ചു? അപ്പം ധൂമകേതു എന്ന് പറഞ്ഞ സിനിമയില് മനസ്സിലായില്ലേ? ധൂമകേതു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചില്ലേ? ആരൊക്കെ ഉണ്ടായിരുന്നു കൂടെ? കൂടെ വലിയ വലിയ താറാണ്ടായിരുന്നു. മറ്റേ അമ്പാൻ സാർ, അടിപൊളി നായകൻ, അടിപൊളി നല്ല ആൾക്കാര്. പിന്നെ നിഖില വിമാൽ, പിന്നെ ഷാൻഡൻ ചാക്കു, കൊറേ നല്ല നല്ല പേരുണ്ട്. നമുക്ക് പറയാൻ കഴിഞ്ഞില്ല, എത്ര പേര് അറിയില്ല. അതുകൊണ്ടാ ഇവരുടെ അടുത്തൊക്കെ അടിപൊളിയായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമോ? ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുമോ? അടിപൊളിയായിട്ട്. നമ്മൾ സാധാ ആൾക്കാരില്ലേ സംസാരിക്കൂലേ, നിങ്ങളുടെ കൂടെ അങ്ങനത്തെ പോലെ ഒരു പ്രശ്നമില്ല. അടിപൊളി, ഓരോ അഹങ്കാരമില്ല. നല്ല നല്ല നായകൻ, നായിക, അടിപൊളി നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. ഓരോ എന്താ പറയാ അഹങ്കാരം ഒന്നുമില്ല. ഇനിയിപ്പോ മലയാളത്തിലൊരു വലിയ നായകനായിട്ട് നമുക്ക് മുബാറക് ഭായിനെ കാണാൻ പറ്റുമോ? അല്ല, അറിയില്ല. പക്ഷേ മുബാറക്കിന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ ഒരു വലിയ സ്ഥലത്ത് പോവാനാ ഒരു നല്ല ആഗ്രഹമുണ്ട്. ഏതാ വലിയ സ്ഥലം? വലിയ സ്ഥലം പറഞ്ഞാല് ഇങ്ങനെ പറയാ, വലിയ ആക്ടർ എന്താ പറയില്ല. കാരണം ആക്ടർ ഇല്ല, നമുക്കൊരു നല്ല സ്ഥലത്ത് എത്തണം. ഞാൻ നമ്മൾ ചെറുത ടൈമില് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ നിന്ന്. നമ്മളുടെ ഇമ്മ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ നിന്ന്. ഇപ്പൊ മുബാറക്ക് ഒരു നല്ല ആഗ്രഹമുണ്ട്, വലിയ ഒരു പയങ്കൽ ആൾക്കാരേക്കോ നോക്കാനാ ഒരു എങ്ങനെ പറയാ നോക്കും. അങ്ങനത്തെ പോലെ പവർ പറഞ്ഞാൽ പൈസ കൂടുതലുണ്ടെങ്കിൽ പയങ്കൽ ആൾക്കാർക്ക് നോക്കാൻ കഴിയും. പയങ്കലില്ല, പവങ്കൽ, സോറി തെറ്റിപ്പോയി. പവങ്കൽ ആൾക്കാർക്ക് നോക്കാൻ കഴിയും. അത് മുബാറക്കിന്റെ നല്ല ആഗ്രഹം. ഇപ്പൊ കേരളത്തിൽ വന്നതിന് ശേഷമല്ലേ ഇൻഫ്ലുവൻസർ ഒക്കെ ആയിട്ട് മാറിയത്? ഇൻഫ്ലുവൻസർ ആയിട്ട് മാറിയതിനു ശേഷം തിരിച്ച് നാട്ടിലേക്ക് പോയപ്പോ എന്തായിരുന്നു അവരുടെയൊക്കെ റിയാക്ഷൻ? അവിടെ അത്ര ആൾക്കാർ അറിയില്ല, നമ്മളുടെ നാട്ടിൽ തന്നെ പറഞ്ഞില്ല. കാരണം എന്താരോ ഈ വാർത്ത പറഞ്ഞാൽ ആരും വിശ്വാസാക്കൂല, കളിയാക്കും. അപ്പൊ അക്കൗണ്ട് കാണിച്ചു കൊടുക്കണ്ടേ, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്? നമുക്ക് അത്ര ആവശ്യമില്ല. കാരണം ഞാൻ മുബാറക് ഫുൾ ടൈം മുബാറക് ഒരു ജീറോ പോലെ നിൽക്കണം താല്പര്യം നല്ലതാ. നാട്ടില് എല്ലാ സ്ഥലത്തെ, നാട്ടിലല്ലേ കേരളത്തെ എല്ലാ സ്ഥലത്തെ നമുക്ക് ജീറോ പറഞ്ഞാല് ഞങ്ങൾ ഒന്നുമില്ല. ഇതിന്റെ അഹങ്കാരം ഒന്നും ആൾക്കാർക്ക് എന്താ പറയാ എന്ത് പറയാൻ നമുക്ക് മനസ്സിലായില്ലേ. പക്ഷെ മുബാറക്ക് ഒരു ഇത് ഇന്റെ ഇതാണ്ട് ഇന്റെ ബൈക്കിന്റെ ഇന്റെ വലിയ പൈസ അങ്ങനെ പറയാ ഒരു താല്പര്യമില്ല. ഞങ്ങൾ സാധാ പോലെ ഒരു പവ പോലെ നിക്ക മതി. പക്ഷെ എന്താ പറയാ പയങ്കൽ ആൾക്കാർക്കും കാണാൻ നല്ല ആഗ്രഹമുണ്ട്. കാണാൻ പറഞ്ഞത് നോക്കണം, പാവങ്ങളെ നോക്കാൻ ആഗ്രഹം നല്ല ഉണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാ മുബാറക് ഭായിക്ക്, ഇപ്പൊ മുബാറക് ഭായി നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന്, എന്തൊക്കെയായിരുന്നു അത്? കഷ്ടപ്പാട് പറഞ്ഞാലേ ചെറുപ്പ ടൈമിലേ നമ്മളുടെ ഇപ്പാച്ചി ഇമ്മ പൈസ ഉള്ള ആൾക്കാരെ ഇപ്പൊ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ പുറത്ത് ഇറങ്ങി. ഇപ്പോ അങ്ങനെ പോലെ ഭയങ്കര പ്രോബ്ലം.
നമുക്ക് പണിയെടുത്താലേ ഭക്ഷണം കിട്ടും, അങ്ങനത്തെ പോലെ ദിവസം പോയി. അതുകൊണ്ട് മുബാറക്കിനെ ഓർമ്മ ഉണ്ട്. എത്ര ബുദ്ധിമുട്ടായിട്ട് മുബാറക്ക് വലുതായി. ഇപ്പോ പാവപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണ് നമുക്ക് മനസ്സിലായി. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് അറിയുന്നതുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കണം അല്ലേ? സഹായമെന്നുള്ള താല്പര്യമുണ്ട്. ഇപ്പൊ ഇല്ലേ, ഇപ്പത്തോ ഒന്നും ആയില്ല. ഇപ്പൊ മുബാറക് ഒരു വാട റൂമിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വീടുണ്ടാക്കണം, പിന്നെ നല്ല ഗ്രൗണ്ട് നോക്കട്ടെ, അല്ല എന്ത് ചെയ്യും. ഇൻഷാല്ലാ ഒക്കെ റെഡിയാവും. ഒക്കെ റെഡി ആവട്ടെ. ഒക്കെ റെഡിയാവും. ഇപ്പം വൈഫിനെ കണ്ടുമുട്ടിയ ആ ഒരു മൊമെന്റ് ഓർമ്മയുണ്ടോ? ഇപ്പോഴും ആദ്യമായിട്ട് കണ്ടേ? കല്യാണത്തിന് മുന്നേ കണ്ടായിരുന്നോ? കല്യാണത്തിന് മുന്നേ കണ്ടിട്ടില്ല. കല്യാണത്തിന് ശേഷമാണോ കാണണേ? കല്യാണത്തിന് ശേഷം കണ്ടി ഒരു ദിവസം. കല്യാണത്തിന് ശേഷം അന്നാണോ ആദ്യമായിട്ട് കാണണേ? ആദ്യമായിട്ട് കല്യാണത്തിന് ശേഷം കണ്ടി നല്ലതായിട്ട്. പക്ഷെ കല്യാണത്തിന് മുമ്പ് ഒരു ദിവസം കണ്ടി. വീട്ടിലെ കാണാൻ പോയി. വീട്ടിലെ കാണാൻ പോയി, പിന്നെ കല്യാണം കഴിച്ച്, ഇത്രേ ഉള്ളൂ. അല്ല, കല്യാണത്തിന് മുന്നേ കണ്ടിട്ടില്ല. കല്യാണത്തിന് ശേഷം താലി കെട്ടിനേക്ക് മുന്നേ കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ താലി കെട്ടലുണ്ടോ? അവിടുത്തെ ചടങ്ങൊക്കെ എങ്ങനെയാ? ആ ടൈമില് കണ്ടു. നിങ്ങൾ താലി കെട്ട്? മനസ്സിലായി. അല്ല, അവിടെ അങ്ങനത്തെ ചടങ്ങുണ്ടോ? ആ ടൈമില് കണ്ടു. പക്ഷെ കണ്ടിട്ട് ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോ നമ്മളുടെ നാട്ടില് അങ്ങനെ ഉണ്ടോ, പക്ഷെ നമ്മളുടെ അമുസകൊക്കെ എത്ര ഫോട്ടോ എടുക്കാനാ പിന്നെ വീഡിയോ എടുക്കാനാ അങ്ങനത്തെ അലവ് ഇല്ല. പിന്നെ എൻ്റെ ഭാര്യക്കോ നമുക്ക് ഒരു റൂമിൽ വെച്ചിട്ട് ഫോട്ടോ എടുത്തി. എൻ്റെ ഭാര്യൻ്റെ ആ ടൈമില് എൻ്റെ ഭാര്യൻ്റെ ഇവിടെ തന്നെ കൈ വെച്ചിന്. ആ മൊമെന്റ് മാത്രം ഓർമ്മ ഉണ്ട്. ആദ്യമായിട്ട് ഭാര്യയുടെ സൂര്യനും കറണ്ട് പോലെ ആയി. കറണ്ട് ആദ്യമായിട്ട് തൊട്ടപ്പോ ഇതാണ് ഫസ്റ്റ് മൊമെന്റ്. വേറെ ഇപ്പോഴും വേറെ ഓർമ്മയില്ല, ഇത്ര ഓർമ്മയുണ്ട്. അല്ല, ഇപ്പോഴും അങ്ങനെ കറണ്ട് അടിക്കാറുണ്ടോ? ഇല്ല ഇപ്പൊ അങ്ങനെ അവിടെ കൈവച്ചാലും പ്രശ്നമില്ല. പക്ഷെ എന്ത് പറയാ, കുഴപ്പമില്ല. ഓക്കെ. സോ ഭാര്യ ഉണ്ടാക്കുന്ന ഏത് ഫുഡ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഭാര്യക്കോ? ഭാര്യ ഉണ്ടാക്കുന്ന ഏത് ഫുഡ്? ഭാര്യക്കോ എല്ലാം ഇഷ്ടം. ചപ്പാത്തി ഉണ്ടാക്കും, അടിപൊളി ചപ്പാത്തി. നല്ല നമ്മളൊക്കെ ഇഷ്ടം. അടിപൊളിയായിട്ട് ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തിയുടെ കറി എന്താ? കറി എല്ലാ കറിയും ഉണ്ടാക്കും. ബജി കറി, പിന്നെ നമ്മളുടെ നാട്ടിന്റെ കറി വേറെ ക്വാളിറ്റി. മുബാറക് ഭായി ഏത് കറി ഉണ്ടാക്കുക? ഞാൻ ഉണ്ടാകാല് സാമ്പാർ കറി ഉണ്ടാക്കും. അത് ഇൻസ്റ്റഗ്രാമിൽ എപ്പോഴും കാണാറുണ്ട്. എങ്ങനെയാ നമ്മള് സാമ്പാർ ഉണ്ടാക്കുക? സാമ്പാർ ഉണ്ടാക്കാ അത് ഞാൻ ഉണ്ടാക്കാല് അത് മറ്റേ പച്ചക്കറി സാധനമൊക്കെ റെഡി. പച്ചക്കറി വെണ്ടക്ക, പിന്നെ കുമ്പളു അങ്ങനെ പറയല്ലേ, കുമ്പളങ്ങയാണോ? കുമ്പളങ്ങ സാമ്പാറിൽ കുമ്പളങ്ങ ഇടും? കുമ്പളങ്ങ ഇട്ടും. ആണോ? കുമ്പളങ്ങ ഇട്ടും, പിന്നെ ബീൻസ് ഒക്കെ ഇടും സാമ്പാറില്. ബീൻസ് ഇട്ടൂല്ലേ? ബീൻസ് പിന്നെ അത് പരിപ്പി, ചെറിയ പരിപ്പി, പിന്നെ കുറേ സാധനം ഉണ്ട്, ഓർമ്മയില്ല. ഇതൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യാ? അതിട്ടിട്ട് ഉണ്ടാക്കിട്ട് ചോറ് കഴിക്കാം. എങ്ങനെയാ ഉണ്ടാക്കുന്നേ? ഇപ്പൊ നമ്മള് ചീൻചട്ടി വെക്കണോ, ഫ്രൈങ് പാൻ വെക്കണോ, കുക്കർ വെക്കണോ, എന്താ വെക്കണ്ടേ? ഇപ്പൊ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞു വെച്ചു. ഞാനൊരു സൈഡില് എന്തായിരുന്നു നേരത്തെ പറഞ്ഞു, കുമ്പളങ്ങ, ബീൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ അരിഞ്ഞു വെച്ചു. ഇനി എന്താ ഞാൻ ചെയ്യണ്ടേ? ഗ്യാസ് കത്തിക്കണം. ഞാൻ ഗ്യാസ് കത്തിച്ചു. ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാത്രം. ഏത് പാത്രം വെക്കണ്ടേ?
നമ്മളുടെ നോർമൽ പാത്രം നോർമൽ പാത്രം. ഓക്കെ, ഒരു നോർമൽ പാത്രം ഞാൻ വെച്ചു. അതിൽ വെച്ചിട്ട് ഫസ്റ്റ് ഓയിൽ ഇടും. ഓയിൽ ഒഴിച്ചു. ഓയിൽ അല്ലേ, സോറി ഓയിലല്ലേ ഫസ്റ്റ് ചെയ്ത മൊത്തം ഒരു പത്രമിൽ വെച്ചിട്ട് കുക്കറാണോ? കുക്കറിൽ വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് മറ്റേ എന്താ പറയാ ചോറുണ്ടാക്കാൻ പോലെ ഉണ്ടാക്കൂലേ? ആക്ച്വലി എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല. മുബാറക് ഭായി എന്താണോ പറയുന്നത് അതാണ് എനിക്ക് സാമ്പാർ. പറഞ്ഞോ. ഇപ്പൊ പറയാൻ കഴിഞ്ഞില്ലേ, പക്ഷെ ഞാൻ ഉണ്ടാക്കി. അല്ലല്ല, ഞാനിപ്പോ കുക്കർ വെച്ചു സ്റ്റൗവില്. ഇനി അവിടെ നിന്ന് തുടങ്ങിക്കോ. എല്ലാ പച്ചക്കറി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. വേവിക്കാം. പിന്നെ വേറെ ഒന്നും ഇടണ്ട. വേവിക്കുന്നതിന് മുന്നേ ഉപ്പോ മുളകോ ഉപ്പ് പിന്നെ മഞ്ഞപ്പൊടി ഇത് മാത്രം. മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിച്ചു. പിന്നെ ഒരു വേറെ പത്രം എടുത്തിട്ട് ഓയിലിട്ടിട്ട് പിന്നെ ഉള്ളി പിന്നെ വെളുത്തുള്ളി. വെളുത്തുള്ളിയാണോ വല്യുള്ളിയാണോ സവാളയാണോ ഉദ്ദേശിച്ചത്? സവാള പിന്നെ മുളക് പിന്നെ ജീര എല്ലാം വെച്ചിട്ട് കലക്കിട്ട് വറ്റ പിന്നെ എല്ലാ കറി ഇട്ടിട്ട് റെഡി. സാമ്പാർ റെഡി. സിമ്പിൾ അല്ലേ? മുളക് പൊടി വേണ്ട, വേപ്പില വേണ്ടതൊന്നും വേണ്ട. മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യൂല. ഇല്ല, മുളക് പൊടി യൂസ് ചെയ്യാറില്ല. അതെന്താ മുളക് പൊടി യൂസ് ചെയ്യാത്ത? കമ്മി വെറുതെ ചെയ്യൂല നമ്മളുടെ. അത് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണോ? മുളക് പൊടി യൂസ് ചെയ്യാറില്ല. കമ്മി കുറവാ. വേറെ എന്തൊക്കെയാ ഉണ്ടാക്കുക മുബാറക് ഭായ് സാമ്പാർ അല്ലാതെ? വേറെ എന്താ പറയാ, വേറെ നമ്മൾ മീൻ കറി ഉണ്ടാക്കും. എനിക്ക് മീൻ കറി ഉണ്ടാക്കാൻ അറിയില്ല. എങ്ങനെ ഉണ്ടാക്കുക? മീൻ കറി ഏത് മീനാ വേണ്ടേ? നമ്മളത് അയില ഉണ്ടാക്കും. അയില. ഓക്കെ, അപ്പൊ ഞാൻ അയിലൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി പറ. അയില അടിപൊളിയാക്കിട്ട് ക്ലീൻ ആക്കാം. ക്ലീൻ ചെയ്ത് വാങ്ങിയതാ. തല കട്ടക്കിട്ട് ഒഴിവാക്കി. തല കട്ട് ചെയ്ത് ഒഴിവാക്കി. തല വേണ്ട. തല ആവശ്യമില്ല. പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഫസ്റ്റ് അയിലൊക്കെ അങ്ങനെ കട്ടക്കാം. മറ്റേ ചെറിയ കുറച്ച് മസാല പിടിക്കാൻ. നേരെയല്ല, കുറച്ച് ചെരിഞ്ഞിട്ട് കട്ടക്കാം. പിന്നെ അതില് മസാല ഇടാം. മൊത്തം മസാല എങ്ങനത്തെ മസാല? എന്തൊക്കെയാ മസാല പറഞ്ഞാല് മഞ്ഞപ്പൊടി, ഉപ്പു, പിന്നെ നമ്മളുടെ ജീര അങ്ങനത്തെ പോലെ ജീര പൗഡർ അങ്ങനത്തെ പോലെ അതിട്ട് മസാല വരട്ടി. എത്ര മിനിറ്റ് വെക്കണം മസാല വരട്ടി? അത് 2-3 മിനിറ്റ് വെച്ചാല് 2-3 മിനിറ്റ് 5 മിനിറ്റില്. 5 മിനിറ്റ് കഴിഞ്ഞു. എടുത്തു. റെഡി, മീൻ കറി റെഡി. മസാല വെച്ചിട്ട് പിന്നെ ഫ്രൈ റെഡി അല്ലേ? ഫ്രൈ അല്ല, നമ്മൾ മീൻ കറിയാ ഉണ്ടാക്കുന്നേ. നമുക്ക് മീൻ കറി അല്ലേ ഉണ്ടാക്കാൻ അറിയുന്നേ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കാം.